കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതരാണ്. നിങ്ങൾ കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു എന്ന് പരീശന്മാരെ എല്ലാം നോക്കിയിട്ട് യേശു പറഞ്ഞു. എന്നാൽ കർത്താവ് ഒരു സ്ഥലത്ത് പിതാവിനെ സ്തുതിക്കുന്നുണ്ട്. പിതാവേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവേ, നിനക്ക് ഇങ്ങനെയെല്ലാം പ്രസാദം തോന്നിയല്ലോ. ബറയോന ശിമോനോട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാണ്. എന്നിട്ട് ശിമോനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. വചനം ഗ്രഹിക്കുന്നവരാരാകും? പിന്നെ ശിമോനായി കിടക്കില്ല, അവര് പാറയായി മാറും, ഉറപ്പുള്ളവരായി മാറും. ദൈവവചനം ഗ്രഹിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഉറപ്പും ശ്രേഷ്ഠതയുമുള്ളവരായി മാറുന്നത്. ഒരു ശിമോനായി തന്നെ പത്രോസ് കിടക്കാൻ പാടില്ല. അവൻ വചനത്താൽ അവൻ പത്രോസായി മാറണം. അങ്ങനെ വചനം ഗ്രഹിച്ച് ദൈവം അതിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ശിമോൻ പത്രോസായി. ഇതുപോലെ ദൈവവചനം ഓരോ ദിവസവും ഗ്രഹിച്ച് നമ്മുടെ ആത്മീയ തലങ്ങളെല്ലാം മാറും. ഒരു പുതിയ അനുഭവത്തിലേക്ക് യേശു നമ്മെ കൊണ്ടുവരും. കൂടുതൽ ഗ്രഹിക്കുക, യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുക. പൗലോസ് പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കൂടുതൽ അറിയുക. അറിയുക എന്ന വാക്കിന്റെ അർത്ഥം വളരെ ശ്രേഷ്ഠമാണ്. ആഡം ന്യൂ ഈവ് എന്നാണ് അവിടെ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഹൗവ പിന്നീട് ഒരു മകനെ ജന്മം കൊടുക്കുന്നു, കൈനെ പ്രസവിക്കുന്നു. ആദാം ഹൗവയെ അറിഞ്ഞു, അനുഭവിച്ചറിയുക. കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയുക. അത് പുതിയ നന്മകൾക്ക് ജന്മം കൊടുക്കും, പുതിയ അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കും. ദൈവവചനം കൂടുതൽ അറിയുക. ഗലാത്യ ലേഖനം 3 തുടങ്ങുമ്പോൾ പറയുന്നു, യേശു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? അപ്പോൾ ക്ഷുദ്രത്തിന് മയക്കാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരാളെ മയക്കാൻ പറ്റിയ ഒരു ക്ഷുദ്രവും ഇതുവരെ ഇല്ല. അങ്ങനൊരു സംഭവം നടക്കുകയില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർക്ക് അവർ മയങ്ങിയിരിക്കില്ല. പല സഭകളിലും അനേകർ മയങ്ങിയിരിക്കുകയാണ്. അത്ഭുതം കേട്ടാലും അനങ്ങത്തില്ല, ഒരു ദൈവപ്രവൃത്തി കേട്ടാൽ അനങ്ങത്തില്ല, ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടാൽ അനങ്ങത്തില്ല. ക്ഷുദ്രം ചെയ്ത് മയക്കിയവരെ പോലെ ഒന്ന് തുള്ളിച്ചാടി സ്തുതിക്കാൻ കഴിയില്ല, ഒരു പാട്ട് കേട്ടാൽ പാടാൻ കഴിയില്ല, ഒരു വചനം കേട്ടാൽ ഒരു ഹല്ലേലൂയ പറയാൻ, ഒരു വാക്തത്വം കേട്ടാൽ ഒന്ന് ആർത്ത് ഘോഷിക്കാൻ ഇതൊന്നും കഴിയാതെ മന്ദിച്ചു പോയ ചിലരുണ്ട്. ഏതോ ഒരു ക്ഷുദ്രത്തിലാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അങ്ങനെയുള്ളവരുടെ ഉള്ളം തുറക്കട്ടെ. അവർക്കെതിരെയുള്ള എല്ലാ മന്ത്രങ്ങളും ക്ഷുദ്രങ്ങളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയോടെ ഉന്മേഷവും ഉല്ലാസവും ഉത്സാഹവും ആഹ്ലാദവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാ.
സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം 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 അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അടുത്ത ഒരു ചരിത്രം 2-ാം അധ്യായത്തിലുള്ളത് യേശു ദേവാലയത്തിലേക്ക് പോകുന്നതാണ്. യേശു ആദ്യം ചെയ്യാൻ ആഗ്രഹിച്ചത് അതാണ്. ആത്മാവിൽ നിറഞ്ഞ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നതും കൂടിയാണിത്. യേശു ദേവാലയത്തിലേക്ക് ചെന്നിട്ട് എല്ലാവരെയും പോലെ കണ്ടതെല്ലാം അംഗീകരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. നമ്മളിതിനകത്തൊന്നും ഇടപെടണ്ട, നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോവുക, നമുക്ക് പ്രാർത്ഥിക്കുക, നമുക്ക് തിരിച്ചു വരിക. ഇത് യേശുവിന് കഴിയില്ല. കാരണം യേശു 12-ാമത്തെ വയസ്സിൽ തന്നെ പറഞ്ഞു, എൻ്റെ പിതാവിനുള്ളതിൽ ഞാനിരിക്കണം. എന്താണ്? എൻ്റെ പിതാവ് എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് സകലർക്കും. ഇത് യേശുവിനറിയാം. അനീതി സഹിക്കാത്ത ഒരു ഹൃദയം കർത്താവിനുണ്ട്. ഇത് നമുക്കും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അനീതിയെ നമ്മൾ കണ്ണടച്ച് കാണരുത്. യോഹന്നാൻ ജയിലിലായതിൻ്റെ കാരണം അനീതിയെ കണ്ടു നിന്നില്ല, അതാണ്. എന്നാൽ ദൈവം നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്. യേശു അനീതിയെ നഖശികാന്തം എതിർത്തു. സ്തേഫാനോസ് ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദന ഇല്ലാത്തവരെന്ന് പറഞ്ഞ് അനീതിയെ നഖശികാന്തം എതിർത്തു. അതുകൊണ്ട് അവൻ കല്ലേറ് കൊണ്ട് മരിക്കേണ്ടി വന്നു. യേശുവിൻ്റെ തീഷ്ണത, സ്തേഫാനോസിൻ്റെ തീഷ്ണത അല്ലെങ്കിൽ എരിവ്
നമുക്കിവിടെ കാണാം. എരിവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് കർത്താവ് തരുന്ന ഒരു പ്രത്യേക കൃപയാണ്. യേശുവിനെ ആരെയും പേടിക്കേണ്ട. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മരിക്കാനാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ജീവിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ നോക്കുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ജീവിക്കാനല്ല, മരിക്കാനാണ്. നമുക്ക് വേണ്ടി മരിക്കാൻ. യേശു നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നമ്മളിനി മരിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം. എന്നാൽ യേശുവിൻ്റെ എരിവും തീഷ്ണതയും നമുക്ക് വേണം. ദൈവരാജ്യം പണിയണമെങ്കിൽ ദൈവികമായ ഒരു തീഷ്ണത നമ്മിൽ നിറഞ്ഞു നിൽക്കണം. ദൈവിക തീഷ്ണത. ഇന്ന് സഭകളിൽ പലർക്കും തീഷ്ണതയില്ല. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പുറപ്പാട് 20 പറയുന്നു, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ഹൃദയത്തിലൊരു വിഗ്രഹം പാടില്ല. എന്നേക്കാൾ അധികം വേറെ ഒന്നിനെ അവിടെ സ്ഥാപിക്കരുത്. ചിലരുടെ വിഗ്രഹം മക്കളാണ്, ചിലരുടെ വിഗ്രഹം പണമാണ്, ചിലരുടെ വിഗ്രഹം അവരുടെ ജോലിയാണ്. കൂടുതൽ സമയം ദൈവത്തെക്കാൾ എന്തിനെല്ലാം ചെലവഴിക്കുന്നത് വിഗ്രഹമാണ്. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവം അത് സമ്മതിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം യേശുവിന് വേണമെന്ന് യേശുവിന് നിർബന്ധമാണ്. അതുകൊണ്ട് യേശു പത്രോസിനോട് ചോദിച്ചത്, ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുമോ അവർക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ സമയം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? നമ്മൾ അതിനെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ പറയും, കർത്താവെ, ഞാൻ കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. ചോദ്യം, എത്ര നേരം കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? അതിൽ നിന്നറിയാം നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന്. കർത്താവിനെ സ്നേഹിച്ചാൽ എന്ത് സംഭവിക്കും? സദൃശവാക്യത്തിൽ ശലോമോൻ രാജാവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ വസ്തുവകകൾ അവകാശമാക്കി കൊടുക്കും. സ്നേഹിക്കുന്നവന് ഒരു നഷ്ടം ഉണ്ടാകില്ല. സ്നേഹിക്കുന്നവനെ കുഞ്ഞാടുകളെ മേയ്ക്കുവാനായിട്ട് കൃപ കൊടുക്കും. ഇടയ പരിപാലന വരമെന്ന വരം കൊടുക്കും. അതിൻ്റെ അർത്ഥം മെഗാ ചർച്ചിന്റെ പാസ്റ്റർ വരെയാക്കും കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുക അതൊരു വലിയ പദവിയാണ്. കർത്താവ് നമ്മെ വിളിച്ചത് അതിനാണ്. ഇതാ പിതാവിനോടും പിതാവിൻ്റെ വേലയോടുമുള്ള സ്നേഹം നിമിത്തം കർത്താവിൻ്റെ ആ വികാരം നമുക്കവിടെ കാണാം. പൗലോസിനെ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ദൈവത്തിൻ്റെ എരിവ്. ഏതാണ് എരിവ്? അത് ഇവിടെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട്. യഹൂദന്മാരുടെ പെസഹ എന്ന വാക്ക് തന്നെ അവിടെ അബദ്ധമാണ്. അക്ഷരത്തെറ്റെന്നല്ല, യഹോവയുടേതാണ് പെസഹ. ദൈവത്തിൻ്റേത് മനുഷ്യരുടേതായി മാറി. പെസഹ എന്ന വാക്ക് യഹോവയുടെ കടന്നുപോക്കെന്നാണ് അതിൻ്റെ അർത്ഥം. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് കാണുന്നത്. മിസ്രൈമിലെ, ഈജിപ്തിലെ ഗോശാൻ ദേശത്ത് പാർക്കുന്ന 30 ലക്ഷത്തോളം വരുന്ന ദൈവജനത്തിന്, അല്ലെങ്കിൽ 6 ലക്ഷത്തിലധികം കുടുംബങ്ങളുള്ള വീടുകളിൽ 6 ലക്ഷം വീട് എന്നിരിക്കട്ടെ, 6 ലക്ഷം വീടുകളിലും സംഹാരദൂതൻ അവിടെ കയറാതെ മാറിപ്പോയി, കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ദൈവം ആ വീടുകളെ ന്യായവിധി ചെയ്യാതെ, ശിക്ഷിക്കാതെ മാറിപ്പോയി. കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി അതിനകത്തിരുന്ന ദൈവജനത്തെ ദൈവം സൂക്ഷിച്ചു. അതിൻ്റെ പേരാണ് പെസഹ, പാസ് ഓവർ. കടന്നുപോയി.
അപ്പോൾ യഹോവയുടെ പാസ് ഓവർ അന്ന് രാത്രിയാണ് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് പുളിപ്പില്ലാത്ത ദോശമാവ് എല്ലാം കൂടിയായിട്ട് അവർ യാത്ര ചെയ്ത, പെട്ടെന്ന് വാതിൽ തുറന്ന് അവർ അക്കരെ എത്തിയ, ഫറവോനൊക്കെ ന്യായം വിധിക്കപ്പെട്ട ആ ഓർമ്മകളുള്ള ആ യാത്രയെയാണ് പാസ് ഓവർ എന്ന് പറയുന്നത്, കടന്നുപോക്ക്. ദൈവത്തിൻ്റെതായിരുന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇത് നിങ്ങൾ ഉത്സവമാക്കണം. ഞാൻ കടന്നുപോയത്. ഇപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ എന്ത് കടന്നുപോയി? ആ ഉത്സവത്തിൻ്റെ രീതിയെ കടന്നുപോയി. എല്ലാ രീതികളും മാനുഷികമാക്കി, ദൈവിക പദ്ധതികളെ മാനുഷിക സമ്പ്രദായങ്ങളാക്കി. യഹൂദന്മാരുടെ പെസക, യഹോവയുടെ പെസക യഹൂദന്മാരുടേതായി. സഭ ഇന്ന് മാനുഷികമായി. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളോടെ എല്ലാവരും അന്യഭാഷ പറഞ്ഞ്, എല്ലാവരും കൃപാവരങ്ങളാൽ നിറഞ്ഞ്, അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന സഭകളിന്ന് ഓർഡറുകളുടെ സഭയായി, മനുഷ്യരുടെ സംഘടനകളായി, കമ്മിറ്റികളായി, വഴക്കുകളായി, വോട്ടായി, മനുഷ്യരുടേതായി മാറി. ദൈവത്തിൻ്റേത് പലതും മനുഷ്യരുടേതായി മാറിയാൽ അതിനകത്ത് വരുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നാൽ യേശുവിൻ്റേതാണെങ്കിലോ അവിടെ നിഴല് പോലും അത്ഭുതമാകും, പറയുന്ന വാക്കുകൾ വിടുതലാകും, എണ്ണത്തിൽ പെരുകും. ഇതെല്ലാമാണ് ദൈവികമായതും മാനുഷികമായതും തമ്മിലുള്ള അന്തരം. യേശു ദേവാലയത്തിലേക്ക് വന്നു. 14-ാം വാക്യം, ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻ വാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻ വാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. യേശുവിന് അപ്പോൾ വലിയ പ്രസിദ്ധിയൊന്നും ഇല്ലെന്ന് ഓർക്കണം. എന്നാലും യേശു തൻ്റെ തീഷ്ണതയിൽ ഇത് ചെയ്യുകയാണ്. ആലയം ശുദ്ധീകരിക്കുകയാണ്. യെഹെസ്കേൽ രാജാവ് തൻ്റെ വാഴ്ചയുടെ 1-ാമത്തെ ആണ്ടിൽ ആലയം തുറന്ന് അറ്റകുറ്റപ്പണി തീർത്തു എന്ന് നമ്മൾ വായിക്കും. ഇതുപോലെ യേശു സകലത്തിൻ്റെ പൊരുളാണ്. നിഴലായ യെഹെസ്കേൽ അത് ചെയ്തെങ്കിൽ യേശു ആലയം ശുദ്ധീകരിക്കുന്നത് കാണാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ആലയ ശുദ്ധീകരണത്തിനാണ്. ഇത് കള്ളന്മാരുടെ ഗുഹയായി മാറരുത്. നമ്മളാകുന്ന ആലയത്തിനകത്ത് കച്ചവടങ്ങൾ ഉണ്ടാകരുത്. ഇത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ച പുതിയ മന്ദിരങ്ങളാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്, പഴയത് കഴിഞ്ഞുപോയി, സകലത് പുതിയതായി. താഴോട്ട് വായിക്കട്ടെ. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. യഹൂദന്മാർ അവനോട്, നിനക്കെങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 വർഷം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞു. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. കാനാവിലെ കല്യാണത്തിൽ ശിഷ്യന്മാർ വിശ്വസിച്ചു. യേശുവിൻ്റെ തുടക്ക ശുശ്രൂഷ 3.5 കൊല്ലം കഴിഞ്ഞ് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ അധ്യായത്തിൽ കാണുന്ന മറ്റൊരു കാര്യം ഓർത്ത് അവർ വിശ്വസിച്ചു. എല്ലാം അവർ വിശ്വസിക്കാൻ, അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമായി.
ഓരോ കാര്യം യേശു ചെയ്തത് തിരുവെഴുത്തിൻ പ്രകാരമാണ്. തിരുവെഴുത്തിൻ പ്രകാരം നമുക്കൊരു തീഷ്ണതയുണ്ടോ? യേശുവിൻ്റെ തീഷ്ണത നമ്മുടെ ആവശ്യമാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ വളരെ എരിവുള്ളവരായിരിക്കണം. വിയത്തമ്പിച്ചാൻ വളരെയധികം എരിവുള്ളവനായിരുന്നു. പാസ്റ്റർ എം.എ. വർഗീസ് വളരെയധികം എരിവുള്ളൊരു ദൈവദാസൻ. PG വർഗീസ് അങ്കിൾ ഇന്നും എരിവോടെ നിൽക്കുന്ന ഒരു ദൈവദാസൻ. എരിവ് നഷ്ടപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, അവർക്ക് പിന്നെ ശുശ്രൂഷയിൽ ഭാവിയില്ല. അവരവരിൽ തന്നെ തൃപ്തരായി മക്കളെയും കൊച്ചുമക്കളെയും കളിപ്പിച്ച് ഒതുങ്ങുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ എരിവ് നഷ്ടപ്പെട്ടതാണ്. അത് പ്രായമായതിൻ്റെ അല്ല, പ്രായമായാലും നഷ്ടപ്പെടുന്നതല്ല എരിവ്. 83 വയസ്സുള്ള PG വർഗീസ് അങ്കിളിനെ എരിവ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും എനിക്കൊരു മെസ്സേജ് അയച്ചു. ഒരു നല്ല ഇൻഫോർമേഷൻ കിട്ടിയാൽ ഉടനെ ഫോർവേഡ് ചെയ്യും. ഓരോ ഉപദേശങ്ങൾ രാവിലെ എഴുന്നേറ്റ് പറയും. എരിവ് അടക്കിയിരുത്താൻ കഴിയാത്തത്. അപ്പനും അമ്മയും ഈ ഓടി നടക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ? 83 വയസ്സുള്ള മനുഷ്യൻ ഓടുമ്പോൾ മക്കളും കൊച്ചുമക്കളും അപ്പച്ചാ പോകല്ലേ, നല്ല ആൾക്കാരോടാ. പാസ്റ്റർ എം.എ. വർഗീസിനോടോ പാസ്റ്റർ PG വർഗീസിനോടോ തമ്പിച്ചായനോടോ. തമ്പിച്ചാൻ പോയി, നിത്യതയിലുണ്ട്. അവസാന ദിവസം വരെ എരിവോടെ നിന്നവരെല്ലാം ചരിത്രം ചമച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിനെ സേവിക്കുന്നവർക്ക് വേണ്ടത് തീഷ്ണത. വളരെയധികം എരിവുള്ളവരായി നാം പ്രാർത്ഥിക്കണം. എരിവോടെ നാം ദൈവത്തിൻ്റെ വേല ചെയ്യണം. അതിനൊരു വലിയ പ്രതിഫലമുണ്ട്. പൗലോസ് പറഞ്ഞ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എരിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു വാക്ക് നമുക്ക് ഒടുവിൽ പറയാൻ കഴിയും. അല്ലെങ്കിൽ പറയും ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല വേണ്ട രീതിയിൽ. കുറ്റബോധം കൊണ്ട് ജീവിതകാലം കഴിച്ചു കൂട്ടേണ്ടി വരും. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തീഷ്ണതയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് ഒടുവിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. യേശു കർത്താവ് നിങ്ങൾക്ക് അത് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു തീഷ്ണതയുള്ള ജീവിതമുണ്ടാകട്ടെ. പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദൈവത്തെ സേവിക്കുന്നതിലും വലിയ എരിവ് ഇന്ന് മുതൽ ഉണ്ടാകട്ടെ. യേശുവേ, അങ്ങിലുണ്ടായിരുന്ന ആ തീഷ്ണത ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരിലും അത് കടന്നു വരട്ടെ. 8 മണിക്കൂർ പ്രാർത്ഥനയിലൂടെ സഭയിൽ നിന്നത് ആ തീഷ്ണത, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആ തീഷ്ണത കെട്ടടങ്ങാതെ ആ പ്രാർത്ഥന നിലനിൽക്കട്ടെ. സകലത്തിലും തീഷ്ണതയോടെ കർത്താവിനെ സേവിക്കുന്നവരായി ഓരോരുത്തരും തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ആ വലിയ എരിവും തീഷ്ണതയും നമുക്ക് ഈ ദിവസങ്ങളിൽ ചോദിച്ചു വാങ്ങാം. ആ എരിവിൽ നമുക്ക് മുന്നോട്ട് പോകാം. പണമില്ലെങ്കിലും പലതുമില്ലെങ്കിലും എരിവുണ്ടോ, കാര്യങ്ങളെല്ലാം നടക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം.